ആണ്. കണ്ണൂർ പേരാവൂരിൽ കെ ശൈലജ തന്നെ CPIM സ്ഥാനാർത്ഥി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമുണ്ടായത്. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും, കോഴിക്കോട് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും മത്സരിക്കും. ആറന്മുളയിൽ വീണ ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകും. മത്സരിപ്പിക്കരുത് എന്ന വീണ ജോർജിന്റെ ഭർത്താവിന്റെ ആവശ്യം നേതൃത്വം തള്ളി. അതേസമയം ഉടുമ്പൻചോലയിൽ MM മണിക്ക് സീറ്റില്ല. സീറ്റ് വിഭജനത്തിലെ ധാരണ ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട എന്ന് LDFിന്റെ തീരുമാനവും ഇന്ന് പുറത്തുവന്നു. ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ചില പ്രധാനപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ് CPIMൽ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് KK ശൈലജ, PK ശ്യാമള ഈ രണ്ട് പേരുകളാണ്. തളിപ്പറമ്പിലും ഒപ്പം തന്നെ പേരാവൂരിലും മത്സരിക്കണമോ എന്നൊക്കെയുള്ള രണ്ട് അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ പ്രാദേശിക നേതൃത്വത്തിനൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. അതിലിപ്പോൾ അന്തിമമായി CPM ഇടപെടുന്നു. ഒരു അന്തിമ തീരുമാനം വരുന്നു. മാറ്റങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ട് CPM ആ രീതിയിൽ തന്നെ ഒരു നിലപാടിലേക്ക് പോകുന്നു? ശ്രീത്, CPIMന്റെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ നിർദ്ദേശം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ ചില എതിർപ്പുകൾ വന്നു എന്നത് ശരിയാണ്. എന്നാൽ ആ പ്രാദേശികമായ എതിർപ്പുകൾ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. അതുകൊണ്ടാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. അവിടെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അത്തരം എതിർപ്പുകളെ കണക്കിലെടുക്കുന്നില്ല. മട്ടന്നൂർ MLA ആയിരുന്ന മുൻ മന്ത്രി KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയിരിക്കുന്നു. അവർക്ക് ജനപ്രിയ നേതാവ് എന്ന നിലയിൽ പേരാവൂർ മണ്ഡലം പിടിച്ചെടുക്കാനാണ് ശൈലജയെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് CPM നേതൃത്വം പറയുന്നത്. തലശ്ശേരിയിൽ കാരായി രാജൻ തന്നെ മത്സരിക്കും. ആ തീരുമാനത്തിലും മാറ്റമില്ല. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ ആയിരിക്കും മത്സരിക്കുക. അദ്ദേഹത്തിന് മൂന്നാം ടൈമാണ് ഇപ്പോൾ നൽകുന്നത്. ആറന്മുളയിൽ വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. നേരത്തെ വീണ ജോർജിന്റെ കുടുംബത്തിൽ നിന്നടക്കം സ്ഥാനാർത്ഥിത്വം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങളും മറ്റും വന്നിരുന്നു. എന്നാൽ അത് CPM കണക്കിലെടുക്കുന്നില്ല. ആറന്മുളയിൽ വീണ ജോർജ് തന്നെ മത്സരിക്കും. ഉടുമ്പൻചോലയിൽ MM മണിയെ മത്സരിപ്പിക്കേണ്ട എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വീണ്ടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ സംസ്ഥാന സെക്രട്ടറി അംഗം KK ജയചന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥിയായി വരിക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. തൃക്കാക്കരയിൽ പൊതുസ്വതന്ത്രനായി മുൻ MP സെബാസ്റ്റ്യൻ പോളിന്റെ മകനെ അടക്കം പരിഗണിക്കുന്നുവെന്ന വിവരങ്ങൾ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. റോൺ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ പോളിന്റെ ഇളയ മകൻ അവിടെ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മറ്റു പേരുകൾ കൂടി ഇതിനൊപ്പമുണ്ട്. അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നടന്ന LDF യോഗം സമാപിച്ചു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുന്ന സാഹചര്യത്തിലാണ് ഈ സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനം നീട്ടിയിരിക്കുന്നത്. ഈ മാസം 10 കഴിഞ്ഞ ശേഷം മാത്രമേ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മറ്റും സാധ്യതയുള്ളൂ. പ്രധാനമന്ത്രിയുടെ പരിപാടികളും മറ്റും നോക്കുമ്പോൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ കാണുന്നതെന്നാണ് ഇന്ന് യോഗത്തിലുണ്ടായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രീത്, അതോടൊപ്പം തന്നെ ഈ പയ്യന്നൂരിലെ സീറ്റ്, അതിൽ TI മസൂരൻ തന്നെ അവിടെ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയാവട്ടെ എന്ന തീരുമാനത്തിലേക്ക് CPM വന്നിരുന്നു. പക്ഷെ അവിടെ വിമതരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ, ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അവിടെ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നത്. അതിനെ CPM എങ്ങനെയാണ് കാണുന്നത്? അത്തരം കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി പല എതിർപ്പുകളും വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുമുണ്ട്. അതിലൊന്നാണ് പയ്യന്നൂരിലെ കാര്യം. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ട കുഞ്ഞികൃഷ്ണനോ അവിടുത്തെ കുഞ്ഞികൃഷ്ണനൊപ്പമുള്ള വൈശാഖൻ എന്ന ആളോ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം പുറത്തുണ്ട്. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ TI മസൂദിനെ രണ്ടാം ടൈമും മത്സരിപ്പിക്കാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.